ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് അഡ്ലൈഡിൽ തകൃതിയായിട്ട് നടക്കുകയാണല്ലോ. അപ്പം നമ്മൾ ആദ്യ ടെസ്റ്റ് മുതലേ കാണുന്ന ഒരു സംഭവമാണ് ഈ അഗ്രഷൻ പ്രകടിപ്പിക്കുന്നത്. ആദ്യ ടെസ്റ്റിൽ യശസ്വി ജയ്സ്വാൾ സ്റ്റാർക്കിനോട് കാണിച്ചത് അതൊക്കെ നമ്മൾ കണ്ടാണ്. ഇപ്പം സെക്കൻഡ് ടെസ്റ്റിലേക്ക് എത്തിയപ്പോൾ മുഹമ്മദ് സിറാജ് ആണ്. അദ്ദേഹം ഓൾറെഡി ഒരു അഗ്രസീവ് പ്ലെയർ ആണ്. അതായത് ബോളിംഗിലല്ല അദ്ദേഹം കൂടുതൽ അഗ്രസീവ് ആവുന്നത്, വായിങ് കൊണ്ടുള്ളതും ആക്ഷനിലും നോട്ടത്തിലേക്കാണ് അഗ്രസീവ് ആവുന്നത്. ഈ സെക്കൻഡ് ടെസ്റ്റിന്റെ ആദ്യ ദിവസം നമ്മൾ കണ്ടതാണ് ലബുഷനുമായിട്ടുള്ള ഒരു സംഭവം അല്ലേ. ബോൾ ചെയ്യാൻ വരുമ്പോൾ ലബുഷൻ ഒന്ന് മാറുന്നത് പുള്ളി എന്തോ ഡിസ്ട്രാക്ട് ആയതാണ്. ഏതോ ഒരു ഓടി അങ്ങോട്ട് ഈ സ്ക്രീനിന് മുമ്പിൽ നടന്നതിലൊന്ന് ഡിസ്ട്രാക്ട് ആയ പുള്ളി മാറുകയാണ്. അപ്പോഴത്തേക്കും സിറാജ് വന്നിട്ട് കല്ലെറിയുന്ന പോലെ അങ്ങോട്ട് സ്റ്റമ്പിലോട്ട് എറിയുവാണ് ബോൾ. അപ്പോൾ അതവിടെ അങ്ങനെ ചെറിയൊരു വിവാദമൊക്കെ ആയിട്ട് നിന്ന്. ഇന്നലെ ഇപ്പം ട്രാവിസ് ഹെഡ് നിങ്ങൾ കണ്ടല്ലോ, അടിച്ച് തൂഫാനാക്കി ഇന്ത്യൻ ബോളേഴ്സിനെ, ഈ സിറാജിനെ അടക്കം. അങ്ങനെ 140 റൺസാണ് പുള്ളി അടിച്ചെടുത്തത്. ആ ഒരു ഇന്നിംഗ്സോട് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ കാര്യം ഏകദേശം തീരുമാനമായി നിൽക്കണം. ഇനി വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. അങ്ങനെ 140 റൺസ് എടുത്ത ട്രാവിസ് ഹെഡിനെ അവസാനം സിറാജ് ക്ലീൻ ബൗൾഡ് ആക്കി. അപ്പോഴത്തേക്ക് ഇയാളുടെ ആക്ഷൻ നിങ്ങൾ കണ്ടില്ലേ, എന്തൊക്കെയാ കാണിക്കുന്നത്. ഇറങ്ങി പോടാ എടോ, അവൻ ഇറങ്ങി പോകുന്നത് ഇന്ത്യയുടെ കയ്യിൽ നിന്നും കളിയും തട്ടിയെടുത്ത് ബെസ്റ്റ് ഇന്നിങ്സ് കളിച്ചിട്ടാണ് അല്ലേ. അല്ല ഇപ്പൊ അഗ്രസീവായിട്ട് കളിക്കുന്നു അല്ലെങ്കിൽ ഈ അഗ്രഷൻ കാണിക്കുന്നു പറയാൻ പറ്റില്ല. കാരണം പണ്ട് ഓസ്ട്രേലിയക്കാർ ഇന്ത്യക്കാരെ ഇതേപോലെയൊക്കെ ചെയ്തതാണ്. ഇപ്പം അതിന് പകരമായിട്ട് ഇന്ത്യക്കാർ, പക്ഷേ അതിന് റീസൺ വേണം അല്ലേ. ഈ ട്രാവൽസ് പോലെ 5 റണ്ണിനോ 10 റണ്ണിനോ ഒക്കെ ഔട്ടാക്കിയിട്ട് അഗ്രഷൻ കാണിക്കുക. അല്ലാതെ അവനവന്റെ പണിയെടുത്തു 140 റൺസ് അടിച്ച് കളി അവരുടെ പരിധിയിലാക്കി പോവാണ്. അവനോട് ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ നടേ കാര്യം.